ഹായ് ഫ്രണ്ട്സ് ടോറിട്ട് ഹീറോ ബേബീസ് ജിമ്മിനിക്ക് ട്രെയിനിങ് നന്നായിട്ട് കൊടുത്തു എതിറി ആര് വന്ന് അങ്ങനെ ജിമ്മിന് ഫൈറ്റ് ചെയ്യുന്ന കണ്ട് പേടി തെറിച്ചോടി. അതുകൊണ്ട് ജിമ്മിന് നോക്കി ഹീറോ ചിരിക്കായിരുന്നു. ജിമ്മിന് മുറക്കായിരുന്നു ഹീറോയെ നോക്കി. എന്താടി ഇത് പറയുന്നത്? എല്ലാ ജിമ്മിൻ ട്രെയിനിങ് തന്നതാ എന്ന് പറയുന്നു. അങ്ങനെ ബേബീസേക്കും ഇപ്പോൾ ബേബീസ് വളർന്നു വലുതായി. ഇപ്പോൾ ബേബീസ് ട്രെയിനിങ് എടുക്കായിരുന്നു. മൂച്ച് ബേബി പറയുന്നു, മോം ഞാൻ ട്രെയിനിങ് എടുത്തു അല്ലേ. അങ്ങനെ സ്കൂളിൽ പോയായിരുന്നു. സ്കൂളിൽ നോക്കുമ്പോൾ ഒരു അങ്കിൾ ഒരു പ്രൊഫസറായിരുന്നു. ഭയങ്കര ടെററിസ്റ്റ്. എല്ലാ ഗേൾസിനെ കണ്ട വിറ്റ്നസ്. അതിന് ഗേൾസിനെ ടച്ച് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്ത് എന്താ ടച്ച് ചെയ്യുക. ഇത് ബേബി നോക്കായിരുന്നു. അങ്ങനെ പ്രൊഫസറിന് മണ്ടിലൊടിച്ചാൽ പ്രിൻസിപ്പൾക്ക് ദിവസമായിരുന്നു. പ്രിൻസിപ്പൾക്ക് അത് ആധാരം കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രൊഫസർ റൂമിൽ ക്യാമറ വെച്ച് അതിലെല്ലാ കാര്യം അറിഞ്ഞ് ശരി ഇതാണ് നല്ല കാര്യം പറഞ്ഞിട്ട് അയാൾ വെച്ചായിരുന്നു. അത് കണ്ടുപിടിച്ചതില്ലായിരുന്നു. എപ്പോൾ നോക്കുമ്പോൾ CC ക്യാമറ വെച്ചാൽ അയാൾ എന്താണ് ചെയ്യുന്നത്? പുല്ല് ആധാരം കുറച്ച് മിരട്ടിയും കൊണ്ട് അയാൾക്ക് വെച്ച റൂമിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് അയാൾ വെളിയിൽ പോകുമ്പോൾ വെച്ചത് ആരുമില്ലാത്ത വെച്ചത് അതിൽ ഫുള്ള് വീഡിയോ അതിൽ സാക്ഷി വേണം എന്ന് പറഞ്ഞു. അയാൾ കുറച്ച് പേടിയുണ്ട്. ആ ബേബി അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കുട്ടികളും പറഞ്ഞിരുന്നു. അങ്ങനെയായിട്ട് ആ ജയിലിൽ പോയത് കുറച്ച് ദിവസം കഴിഞ്ഞ് അതിന് ഇറങ്ങി ആൾക്കാർ വിളിച്ചോണ്ട് ബേബീസ് എല്ലാവർക്കും ട്രെയിനിങ് കോഴ്സ് ഗേൾസ് ബോയ്സ് അങ്ങനെ അവൻ പ്രൊഫസറിനെ വെച്ച് ചെയ്ത് എല്ലാവർക്കും റിവെഞ്ച്. അവർക്കും ടെൻഷനായിരുന്നു. ഇവനെ വന്ന എല്ലാ ഗേൾസിനും നോക്കി അങ്ങനെ ആക്കാം. അതുപോലെ അതിലൊരു ബോയ് ഉണ്ട്. ആ ബോയിൻ്റെ അനിയത്തിനെ ടച്ച് ചെയ്തിരുന്നു. അതുകൊണ്ട് എല്ലാവരും റിവെഞ്ച് എടുത്ത് ആ പ്രൊഫസറിന് വന്നവർ എല്ലാവരും തച്ച് ശരിയാക്കി. 30 പേര് വന്ന് 35 പേര് അങ്ങനെ വന്ന് അവരെ ഇടിച്ച് ചമ്മന്തിയാക്കി ആക്കുന്നത്. എല്ലാവരും തിരിച്ചോടിയായിരുന്നു. ബേബീസ് ഡാൻസ് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞ ഹീറോയിൻ ബേബി പറയായിരുന്നു. മൂച്ച് പറയാം ശരി ഞാൻ പോവാൻ പറഞ്ഞ ഇവിടുന്ന് ഓടിപ്പോയിരുന്നു. മൂച്ച് ബേബി ഡാൻസ് എന്ന് എല്ലാവരും പറയുന്നു. ഡാൻസ് പറഞ്ഞിട്ടില്ലേ? ഡാൻസ് പറഞ്ഞാൽ മതിയാല നിങ്ങൾക്ക് എല്ലാവരും ഗിഫ്റ്റ് തരണം എൻ്റെ ബേബി ക്യൂട്ടായിട്ട് പറയുന്നു. നിങ്ങൾക്ക് എല്ലാവരും കളിച്ചതല്ലേന്ന്. അതെല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. വന്ന് എല്ലാവരും ഹക്ക് ചെയ്തായിരുന്നു. അതെ ഞങ്ങളെ ബേബിക്ക് ഓക്കെ ക്യൂട്ട് ബേബി എന്ന് പറഞ്ഞ് അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അതുകൊണ്ട് നിനക്ക് ഞങ്ങൾ ഗിഫ്റ്റ് തരാം. അതുപോലെയുള്ള ഇപ്പം ഗിഫ്റ്റ് എല്ലൊക്കെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിറയെ ഗിഫ്റ്റ് ഞങ്ങൾ ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ചിരിക്കായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ ഞാൻ ലഞ്ച് അങ്ങനെയായിട്ട് എല്ലാം ചിരിച്ചിട്ട് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഞങ്ങളെ മൂച്ചി ബേബി വളർന്നു വലുതായി. എല്ലാവരും മാരേജ് ആയി. മൂച്ചി ദേവി പഠിക്കാൻ ഫസ്റ്റ് ഇയറാണ്. ഫസ്റ്റ് ഇയർ അന്നേരം പഠിക്കാറ്. അപ്പോൾ മൂച്ചി ബേബിയുടെ പുറകിൽ ഒരു പെണ്ണ് നടക്കും, ഒരു ഗേൾ നടക്കായിരുന്നു. പേര് ദിയ. ദിയക്ക് വൺ സൈഡ് ലവ് ചെയ്യായിരുന്നു മൂച്ചി ബേബിനെ. മൂച്ചി ബേബിക്ക് പ്രൊപ്പോസ് ചെയ്ത് എല്ലാ ഗേൾസും മൂച്ചി ബേബിനെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. ഒരു ക്രഷായിരുന്നു. അത് ജിമ്മിൻ കണ്ടെക്കാതെ പോയിരുന്നു. അതെ ജിമ്മിൻ്റെ ക്ലാസ്സാണ് പഠിക്കുന്നത്. വേറെ ഡിഫറെൻ്റാണ് പഠിക്കുന്നത്. ജിമ്മിൻ്റെ ബേബി കണ്ടുകാതെ പോയായിരുന്നു. മൂച്ച് ബേബിൻ്റെ ക്ലാസ്സാണ് വേറെ ഡിഫറെൻ്റ് പഠിക്കാറ്. ജിമ്മിന് വേറെ പേര്. ഓക്കെ മൂച്ച് ബേബി ജിമ്മിൻ ജെറസ് ജിമ്മിന് മാത്രമേ ഉള്ളത്. അത് ക്യാരക്ടറല്ല അതിന് ഉമ്മൻ്റെ ക്യാരക്ടർ മമ്മീൻ്റെ മാതിരി ജലസ് പറഞ്ഞ് അങ്ങനെ വരും. അങ്ങനെ ജിമ്മിൻ്റെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നത് കുറച്ച് ബോയ്സ് ഇങ്ങനെ ടച്ച് ചെയ്ത് ജിം മൂച്ച് ബേബി വന്ന് ഒരു കുത്തു എന്താന്ന് പറഞ്ഞത്. അങ്ങനെ എല്ലാവരും അത് ഈസ് മൈ ഗേൾ ഫ്രണ്ട്. ഞാൻ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയത്. പിന്നെ എല്ലാവരും അവിടെ കിസ് ചെയ്ത് ഇവൾക്ക് എനിക്ക് എൻഗേജ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് മാരേജ് എന്ന് പറഞ്ഞ് ബേബി വിളിച്ചോണ്ട് ദിയ എന്നെ പിടിച്ചോണ്ട് മൂച്ചി വിളിച്ചോണ്ട് വന്നായിരുന്നു. ഷോക്കായിരുന്നു ദിയാക്ക്. എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഇഷ്ടപ്പെട്ടായിരുന്നു? അതെ ഇപ്പോൾ നമ്മൾ കോളേജ് ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് പഠിച്ച് കഴിഞ്ഞ പക്ഷേ നമ്മൾ മാരേജ് ചെയ്യിക്കാം എന്ന് പറയായിരുന്നു. ഇതിനോട് ഷാക്കായിരുന്നു. ശരി ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ 2 പേർക്ക് വീട്ടിൽ പറഞ്ഞ് സംസാരിച്ചിട്ട് ഹീറോയുടെ വീട്ടിലല്ലോ അല്ല ബേബി മൂച്ചി വീട്ടിലല്ലോ ഓക്കെയാണ്. അങ്ങനെയായിട്ട് അവരുടെ വീട്ടിൽ ഓക്കെയാണ്. എൻഗേജ്മെൻറ്റ് ചെയ്ത് നെക്സ്റ്റ് നമുക്ക് മാരേജ് ചെയ്യാം. അങ്ങനെയായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് അവർ 2 പേര് സെക്കൻഡ് ഇയർക്ക് ഫൈനൽ ഇയർക്ക് എത്തി. ഫൈനൽ ഇയർക്ക് അപ്പോൾ അവർക്ക് മാരേജ് വെച്ച ഫൈനൽ ഇയർക്ക് എത്തി. അവർ 2 പേർക്ക് മാരേജ് വെച്ച് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. 2 പേർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. 2 പേർക്ക് മാരേജ് എല്ലാവരും അത് വിളിച്ചിട്ട് മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. ശരി ഓക്കെ മൂച്ച് ബേബിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. അങ്ങനെ ബിസിനസ് നോക്കാം ഏത് ഫൈനൽ ഇയർ പഠിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ മൂച്ച് ബേബി പറയായിരുന്നു ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും നന്നായിട്ട് പഠിക്കായിരുന്നു. നല്ല പഠിക്കുന്നതിൽ നല്ല ടാലൻ്റ് ഉള്ളതാണ്. അങ്ങനെയായിട്ട് മൂച്ച് വരെ വരുന്നു. ശരി ഓക്കെ ഡാഡി ബിസിനസ് ഞാനാ നോക്കാം. അത് എൻ്റെ ജിമ്മിന് പറയാം മൂച്ച് ബേബി പറഞ്ഞു നീ പഠിച്ചു കഴിഞ്ഞോ?
എനിക്ക് പഠിച്ചു കഴിഞ്ഞു എന്ന് ബേബിയോട് കറയായിട്ട് ദിയ പറയായിരുന്നു. എനിക്കെന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല അത് എന്ന് പറയായിരുന്നു. ഞാനായിട്ട് ഫാഷൻ ഡിസൈനറാണ് പഠിച്ചിട്ടുള്ളത്. ശരി എനിക്ക് ഫാഷൻ ഡിസൈനറല്ലേ എൻ്റെ കോഡ് പഠിച്ചോന്നായിരുന്നു. അതൊക്കെ ആ 2 ഡേയ്സ് വരെ ഭയങ്കര ഫേമസ് ആയി. മുജ് ബേബി ഭയങ്കര ബിസിനസ് നന്നായിട്ട് റൺ ചെയ്യുക. പിന്നെ കരാട്ടെ ക്ലാസ് അതും ഇത് ഫുൾ ട്രെയിനിങ് ബിസിനസ് നന്നായിട്ട് നോക്കുക. നമ്മൾ ദിയ നല്ല റിച്ചായി. അതുപോലെ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവർക്ക് ബേബീസ് ജനിച്ചായിരുന്നു. അങ്ങനെ ബേബീസ് കൂടെ ജോലിയായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ബേബീസ് എന്നുള്ള നോക്കായിരുന്നു. ബേബീസ് ഗ്രാൻഡ് എന്ന് പറയായിരുന്നു ഹീറോയോട്. അങ്ങനെ ഹീറോ ചിരിച്ചിട്ട് പറയായിരുന്നു. അങ്ങനെ 2 പേർക്ക് ഇതായി. അങ്ങനെയായിട്ട് അവർ അതെ അവരുടെ സോളും ആത്മാവ് അവിടെ നിന്ന് പോയി. അങ്ങനെ അവരുടെ മൂച്ച് പോയി ഭയങ്കര കരയാണ്. മൂച്ച് പോയി ചേട്ടന്മാർ ചേച്ചിമാർ വന്ന് സമാധാനം അവർക്കും സാടായിരുന്നു. ഇവർ ചെറിയവിടാ ഇനി സമാധാനമൊക്കെയായിരുന്നു. അവർക്ക് വയസ്സായില്ലടാ എന്ന് പറയുന്നത്. അങ്ങനെ പേരക്കുട്ടികൾ വളർന്നു വലുതായി. അവർക്ക് വയസ്സായി പറഞ്ഞ അതെ എന്ന് അവർക്കറിയായിരുന്നു. അങ്ങനായിട്ട് അവർ സെക്കൻഡ് ഇയറാണ് പഠിക്കാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് അവർക്കും കരച്ചിൽ വരായിരുന്നു. അങ്ങനായിട്ട് അവർ ഇങ്ങനെ കൊണ്ട് അവരെ അടക്ക ചെയ്തു. അതുകൊണ്ട് അവർ ക്രിസ്ത്യൻസ് അതുകൊണ്ട് ഒക്കെ ചെയ്തായിരുന്നു. അതുകൊണ്ട് അവർ ഭയങ്കര കരിയായിരുന്നു. അങ്ങനെ അവർ 2 പേരും സോൾ പറന്നു പോയിരുന്നു. അങ്ങനായിട്ട് പറന്ന് അത് പോയിരുന്നു. അതുകൊണ്ട് അവർ ആകാശത്തിലേറ്റ് അവിടെ ഗോഡായിരുന്നു. നിങ്ങളുടെ സ്റ്റോറി കേട്ട് എനിക്ക് കരച്ചല്ലോ വന്നു. അവിടെ നോക്കൂ അവർക്ക് ഷോക്കായിരുന്നു. മോം ഡാഡ് ഗ്രാൻഡ്പാ എന്ന് പറയുന്നു. അതെടാ ഞങ്ങൾ എവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ എന്തെല്ലാം ചെയ്ത് ഭൂമിയിൽ ഞങ്ങളെ നോക്കി എന്നെ പറയായിരുന്നു. അങ്ങനായിട്ട് അവർ ചിരിക്കായിരുന്നു. അങ്ങനായിട്ട് ഹാപ്പി ഫാമിലിയേഴ്സ് അവരുണ്ടായിരുന്നു. അങ്ങനെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഭൂമിയിലെ നോക്കുക അവർ എന്തെല്ലാം സംഭവിക്കുന്നത് എല്ലാവരും നോക്കുകയുണ്ടായിരുന്നു. ഇതെല്ലാം കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് ആ കുട്ടികൾ നോക്കുകയായിരുന്നു. അവർക്ക് ഭയങ്കര സാഡായിരുന്നു. അങ്ങനെ കുറച്ച് മറക്കട്ടെ എന്ന് പറഞ്ഞു. മറക്കാൻ വേണ്ടി മറന്നു. അങ്ങനെ കുറേ ഡേയ്സ് കഴിഞ്ഞു. അങ്ങനെയായിട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ഹീറോ ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.